അമ്മ ചോദിച്ച അവരോട് പൈസ, അപ്പോൾ പൈസ വേണം. എപ്പോഴാ? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്തെ എടുത്ത ആളുകൾക്ക് കൊടുത്ത് പൈസ കൊടുത്തു കണ്ടോ? പൈസ കൊടുത്തുണ്ടോ? ശോഭയുടെ കൂടെ ഉള്ള ഒരു സ്ത്രീയാണ് കൊടുത്തത്. നിങ്ങൾ കണ്ടല്ലോ. ശോഭ ഇന്ന് വിളിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരുടെയും കൊടുത്തിട്ടില്ല, ഞാൻ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്നായിരുന്നു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, എന്തൊക്കെയായിരുന്നു നിങ്ങൾ കണ്ടല്ലോ. ആ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, ഇതൊന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ്, പരമാവധി. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തൊക്കെ, ഫേസ്ബുക്കിലൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തൊക്കെ ഇത് ഷെയർ ചെയ്തേ പറ്റൂ. നാളെയാണ് ഇലക്ഷൻ. നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് വോട്ട് പിടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടല്ലോ BJPയുടേത്. കാരണം പാലക്കാട് മണ്ഡലത്തിൽ ചാൻസ് ഉണ്ട്, ജയിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ ആലപ്പുഴ ഞങ്ങളുടെ സ്ഥലത്ത് കഴിഞ്ഞ വട്ടം ഈ പറയുന്ന പാർലമെന്റ് ഇലക്ഷൻ ഈ പറയുന്ന ശോഭ നിന്നത്, ആ സമയത്ത് കോൺഗ്രസ് കോട്ടയായ മുതുകുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെ കൂടുതൽ വോട്ട് കരസ്ഥമാക്കിയത് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനായിരുന്നു. ഇപ്പോഴാണ് അതും കോൺഗ്രസ് കോട്ട, അത് കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇപ്പം പഞ്ചായത്ത് മൊത്തം കോൺഗ്രസ് ആണ് വിളിച്ചത്. ഞാൻ ആലോചിച്ച് പോകുന്നത് അന്ന് ഇവർക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് ഞാൻ തന്നെ അന്തിച്ചു പോയൊരു നിമിഷം ഉണ്ടായിരുന്നു, ഇവർക്ക് എത്ര വോട്ട് എങ്ങനെ കിട്ടിയെന്നുള്ള രീതിയിലാണ്. ഞാനും പിന്നെ എൻ്റെ ഒരു സുഹൃത്തും കൂടെ അന്ന് തന്നെ ഫോണിൽ കൂടെ സംസാരിക്കുകയും കൂടെ ചെയ്തതായിരുന്നു ഈ ഒരു വിഷയത്തിനെ കുറിച്ച്. ഇപ്പോഴാണ് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായത്. കണ്ടില്ലേ, ആ പൈസ കൊണ്ട് കൊടുത്ത് കണ്ടില്ലേ. രാഹുൽ മാങ്കൂട്ടം വരുന്നുണ്ട്, രാഹുൽ മാങ്കൂട്ടം കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്കതൊക്കെ വെക്കാം. ചേച്ചിയുടെ പ്രസംഗം കേട്ട തീയാണ്, മാസാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും വികസനത്തിനെ കുറിച്ച് അവർ പറയുന്നുണ്ടോ? എന്തെങ്കിലും വികസനത്തിനെ കുറിച്ച് ഇവിടെ ഈ പറയുന്ന BJPക്ക് വികസനത്തിനെ കുറിച്ച് പറയാൻ പറ്റും. കാരണം തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് അവിടുത്തെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ 40,000 വോട്ടിന് ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്തിട്ട് അവിടെ എന്ത് തേങ്ങ ഉണ്ടാക്കി. ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന BJPയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കേരളം പോലൊരു സ്ഥലത്ത് ഒരു സീറ്റ് കിട്ടുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു പാർട്ടി, അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് പറയത്തുള്ളൂ. എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്ത് ചെയ്തവിടെ? ഒരു മാങ്ങാത്തൊലിയും ചെയ്തില്ല. ഇപ്പം 6 മണി കാണുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. 6 മണി കാണുമ്പോൾ എന്തുവാ, ചന്ദ്രൻ തൊഴാനായിരിക്കാം, ഇതുപോലുള്ള കുറേ കോപ്രായങ്ങളൊക്കെ. ഞാൻ നോക്കുമ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു മനുഷ്യൻ കൈ കൊടുക്കാൻ പോകുന്ന സമയത്ത് രാജാവ് അടുത്ത വട്ടം ഞാൻ സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് മൊത്തം അതായിരുന്നു. ഞാൻ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ഇടുന്ന മൊത്തം സുരേഷ് ഗോപിയുടെ ആയിരുന്നു ആ സമയത്ത്. കാരണം അദ്ദേഹം ജയിച്ചല്ലോ, ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവുന്ന ഒരു കോപ്പും ഉണ്ടാക്കിയില്ല. ഇപ്പം കണ്ടല്ലോ. ഇനി നമുക്ക് ഈ വീഡിയോ മൊത്തം വരുന്നത് നിങ്ങൾ കാണണം, പരമാവധി ഷെയറും ചെയ്യണം. ഒന്നുവെച്ചാൽ അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. കാരണം എല്ലാവരും കൂടെ പൊതിഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു വിഷമം തട്ടുന്നുണ്ട്. പക്ഷെ ഇത് ജനങ്ങൾ അറിയണം ഈ ഒരു കാര്യം. കണ്ടോ, ശോഭയുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് കൊണ്ട് പൈസ കൊടുത്തത്. ശോഭയുടെ കൂട്ടത്തിലുള്ള ശോഭ അവിടെ കാറിലുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ BJP പൈസ എറിയുന്നുണ്ട്, നല്ല രീതി പൈസ എറിയുന്നുണ്ട്. ഓക്കെ, പൈസ കൊടുത്ത് പൈസ കൊടുക്കുന്ന കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശം. എനിക്ക് മനസ്സിലായില്ല, ആദർശം എനിക്ക് മനസ്സിലായില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാൽ പോലെ കണ്ടോ. ഞാനൊന്നും വെക്കുന്നില്ല. അമ്മച്ചിയുടെ എല്ലാവരും ഇൻട്രോ പോലെ നമുക്ക് വെച്ചിട്ട് നമുക്കിനി താനം തുടങ്ങാം. മെയിനായിട്ട് എത്ര പൈസ എന്നത്? എത്ര പൈസ? മരുന്ന് വാങ്ങാൻ പൈസ തന്നോ? ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 വോട്ട് ചെയ്യാമെന്ന പൈസ തരണം. മരുന്ന് വാങ്ങാൻ പൈസ ഞാനെല്ലാം അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? മരുന്ന് വാങ്ങാൻ പോകണം. ഓക്കെ, മരുന്ന് വാങ്ങാൻ എനിക്ക് ഞാൻ അതിനെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. ഞാനിതിലൊരു ഇൻട്രോ മാത്രമായിട്ട് വെക്കുന്നേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നുണ്ട്. അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അന്ന് 2021 MG കണ്ണൻ ഒഴുക്കിയ ആ കണ്ണുനീര് ഇന്ന് CV ശാന്തകുമാർ അലമുറ ഇട്ടുകൊണ്ട് എന്റെ പേരിൽ അത്തരത്തിൽ ഒരു കേസുമില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ കരച്ചിൽ അത് അടൂര് കേൾക്കും. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന
സൈലന്റ് ആയിട്ടിരുന്ന അവനിപ്പോ കണ്ടില്ലേ അവസാന നിമിഷത്തില് പാലക്കാട്. ഞാൻ പറയട്ടെ, രാഹുലിന് വേണ്ടത് പിഷാരടി ജയിക്കണമെന്ന് തന്നെയാണ്. ഇത് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലായി കാണുമായിരിക്കും. ശോഭ അവിടെ ജയിക്കരുത്, ശോഭ അവിടെ ജയിക്കരുത്. സത്യം പറയട്ടെ, ശോഭ അവിടെ ജയിക്കരുത്. വേറെ ആര് ജയിച്ചാലും എനിക്കൊരു വിഷയമല്ല, ജയിക്കരുത്. ഓക്കെ, ഇവരുടെ രാഷ്ട്രീയം ഞാൻ വെച്ച് തരാം. ഇന്നലത്തെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേൾക്കുക. നിങ്ങളുടെ ശോഭയെ കഴിഞ്ഞ 3 ദിവസമായി UDF സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിയുടെ ആശാൻ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ പാലക്കാടിന് അപമാനമുണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടവും ചേർന്നുകൊണ്ട് അങ്ങനെ നവമാധ്യമങ്ങളിലൂടെ ഒരു സ്ത്രീയും കേൾക്കാൻ പാടില്ലാത്ത അത്ര കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിൽ നവമാധ്യമങ്ങളിലൂടെ എന്റെ മനോവേദന വർദ്ധിപ്പിക്കാനാണ് പരിശ്രമിച്ചതെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ ഈ അമ്മമാരും സഹോദരന്മാരും കേരളത്തിന്റെ മണ്ണിലുള്ളപ്പോൾ ഈ സൈബർ അറ്റാക്ക് അല്ല, ഒറിജിനൽ അറ്റാക്കുമാരും ഭയപ്പെട്ട് പിന്മാറി പോകുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ പറയാൻ. അത് ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ ഒരു കാര്യങ്ങൾ തന്നെ. നിങ്ങൾ സ്ട്രോങ് ലേഡിയാണ്, നിങ്ങളുടെ സംസാര രീതികളും തീ പ്രസംഗമൊക്കെയാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ പറയുന്നതെല്ലാം വിവരക്കേടാണെന്ന് മാത്രം. സീരിയസ്ലി ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇവരുടെ ഓരോ സംസാരങ്ങളൊക്കെ ഞാൻ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാമല്ലോ സംഭവം. പക്ഷെ തിരക്കി പിടിച്ച ഓരോ കാര്യങ്ങളും ഓരോ പോയിന്റ് എടുത്ത് നോക്കുവാണെങ്കിൽ മൊത്തം വിവരക്കേടാണ് വിളിച്ച് പറയുന്നത്. ഇപ്പം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയും പിഷാരടിയും ഈ പറയുന്ന ഷാഫിയും കുറ്റം പറഞ്ഞല്ലേ നിങ്ങൾ ഈ വോട്ട് പിടിക്കുന്നത്. പിഷാരടി എന്ത് പറഞ്ഞു? എല്ലാം വളച്ചൊടിയിലായിരുന്നു. ഈ പറഞ്ഞ ഷാഫി വല്ലം പറഞ്ഞു ഇല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസ്, രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തി. അതെല്ലാവരും പറയുന്ന കാര്യമാണ്. ഇത് പറയാതെ നിങ്ങൾ കേരളത്തിൽ എന്ത് വികസനമാണ് ചെയ്തതെന്നൊന്ന് പറയാമോ? തൃശ്ശൂർ കിട്ടിയിട്ടുണ്ടല്ലോ, തൃശ്ശൂരിലെ സ്ഥലങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കത് തുറന്നു പറ. എന്ത് അവിടുത്തെ ജനങ്ങൾ പോലും ഇപ്പോൾ കാറി തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന സുരേഷ് ഗോപിയെ കാറി തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ആ വീഡിയോ ഒക്കെ ആ അമ്മയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. ഇവരുടെ വികസനത്തിനെ കുറിച്ച് നിങ്ങൾ ജനങ്ങളും കൂടെ അഭിപ്രായം പറയണം. നമ്മൾ മണ്ടരാവരുത് കേട്ടോ, നമ്മളും മണ്ടരാവരുത്. കേരളം ഒരു UP ഒന്നും ആക്കരുത്. സത്യം പറയല്ലോ, ഈ റോഡിന്റെ ഇതിന്റെ വികസനമല്ല, ഉള്ളിൽ പ്രദേശങ്ങൾ. ഈ അടുത്ത സമയത്ത് തന്നെ ഉൾപ്രദേശങ്ങളൊക്കെ എന്തൊരു ബോർ സ്ഥലമാണെന്ന് പറയാം. അവിടെ ഓരോരുത്തന്മാരെ കാണിക്കുന്ന തോന്നിയാസങ്ങൾ. ഈ അടുത്ത സമയത്ത് ഒരു പെൺകുട്ടിയെ പിടിച്ചിട്ട്, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, ആ വീഡിയോ ഇപ്പം ഞാനിവിടെ വെച്ച് തരുന്നില്ല. അത്രയ്ക്ക് ദ്രോഹം ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അവന്മാർ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഓർക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. എനിക്ക് ബാക്കി വെക്കാം. നിങ്ങളെന്ത് വിചാരിച്ചു? അതൊന്നും വേണ്ട. ബഹുമാനത്തോടെ ഒരു കാരണമാണ്. ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ അങ്ങനെ മൊബൈൽ നിങ്ങളടുത്ത് പറയാം, ഇവരെങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും. നിങ്ങൾ ഫോട്ടോ എടുക്കണ്ടല്ലോ, വീഡിയോ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത്. നിങ്ങൾ ആദ്യം കൊണ്ടുണ്ട് മൊബൈൽ തട്ടിപ്പറിക്കാൻ നട്ടിലുള്ള ആൺപിള്ളേരുണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ ചേച്ചിയുടെ ഈ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഇനി ആ അമ്മയുടെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം. അവരുടെ നിപ്പും പാവമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഉള്ള കാര്യം പറയാമല്ലോ, അത് പാവം സാധാരണപ്പെട്ട ആൾക്കാർക്കെന്ന് പറഞ്ഞ് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ എന്താണെന്ന് അറിയാത്ത ഇതുപോലുള്ള അമ്മമാർക്കൊക്കെ ഇതുപോലുള്ള എന്തെങ്കിലും മുറുക്കാനോ ഇതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് മേടിച്ചിട്ട് അവരങ്ങ് തൃപ്തിപ്പെടും. അവരിന്ന ആൾക്കാർക്ക് വോട്ട് കൊടുക്കുകയും ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? ആര് പൈസ കൊടുക്കുന്നുണ്ടോ അവരിത് മേടിക്കും. സാധാരണപ്പെട്ട ആൾക്കാരെ പെട്ടെന്ന്, കാരണം സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് സത്യാവസ്ഥ അറിയാം. ഇതുപോലുള്ള ആൾക്കാർക്കൊക്കെ പൈസ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് മേടിച്ചിട്ട് ഇന്ന ആൾക്കാർ വോട്ട് കൊടുക്കത്തുള്ളൂ. എന്തായാലും കൊള്ളാം. എന്തായാലും 5000 അമ്മ ചോദിച്ചവരോട് പൈസ പൈസ വേണം. എപ്പോഴാ? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? 5000 വേണം.
അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്തെ വീട്ടിൽ ആളുകൾക്ക് കൊടുത്ത് ഒരു മിനിറ്റ് അമ്മ ഒന്ന് സൂം ചെയ്യട്ടെ. തന്ന പൈസ തന്നു അതിന് ശേഷം തന്നത് ചോദിച്ചു ചോദിച്ചു പെൻഷന്റെ പൈസ അല്ല പൈസ തന്നു നേരത്തെ പറഞ്ഞത്. എന്തോ പെൻഷന്റെ പൈസയോ എന്തോ ശോഭാ സുരേന്ദ്രനാണോ പെൻഷൻ കൊടുക്കുന്നത്? അമ്മയല്ലേ പറഞ്ഞ നേരത്തെ പെൻഷൻ തന്നാ തന്നുണ്ട് എന്റെ കയ്യിൽ. ആ അല്ലാതെ അവരൊന്നും തന്നില്ലേ? 4000 ഉണ്ട്. അതല്ല ആ ശോഭ ഇല്ല തരാൻ പറഞ്ഞു. ആ അത് വന്നാ തരാൻ പറഞ്ഞു. അല്ല ഒരു പൈസ കയ്യിൽ വെച്ചിട്ട് കയ്യിലെന്തോ തന്നില്ല വീഡിയോ വന്നിട്ടുണ്ടല്ലോ. തന്നിട്ടില്ല. കൈ കൊടുത്താണ് കൈ കൊടുത്ത് ഇങ്ങനെ തൊഴിലും ഒക്കെ ചെയ്യും. തൊഴിലും ഒക്കെ ചെയ്യും. ശരി ഓക്കെ അത് നിൽക്കാൻ വയ്യ. ഈ ബാഗിൽ നിന്ന് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് കുട്ടി വേഗം ശരി ഉള്ളിപ്പക്കമാണ്. ശരി 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 5 മാസം അപ്പൊ പൈസ കിട്ടിയില്ല. ഇല്ല ശരി അമ്മ പോ അവരോട് അമ്മ പൈസ ചോദിച്ചു അല്ലേ? ആ ഇനി വന്ന് തരാൻ ആ പിന്നെ പരാന്നാണ് പറഞ്ഞ. ശരി ശരി ഓക്കെ ഓക്കെ നമ്മളെല്ലാരും കണ്ടതാണ് ആ പൈസ കൊടുക്കുന്നത്, എല്ലാരും കണ്ടതല്ലേ. ആ പിന്നെ പറയാനാന്ന് പറ, ഇതിപ്പം ആ പൈസ കൊടുത്ത് അത് പൊക്കിക്കഴിഞ്ഞ് വിഷയമായി കഴിഞ്ഞിട്ട് ഇത്ര മണിക്കൂറിന് ശേഷമാണ് അവിടെ മീഡിയക്കാർ വന്നത്. മീഡിയക്കാർ വന്നു കഴിഞ്ഞ ശേഷം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും, ഇന്ന പോലാണ് പറയണ്ട അല്ലെങ്കിൽ ഇങ്ങനാണ് എന്നുള്ള രീതിയിൽ. എന്തായാലും ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അന്ന് ആ കിടന്ന് ബഹളം വെച്ച ആ സ്ത്രീയാണെന്ന് തോന്നുന്നു പൈസ കൊടുത്തെന്ന് തോന്നുന്നു. ആ പിഷാരടി വന്ന സമയത്തെ ഈ ഇത്രയും ദിവസം മോശമായിട്ടുള്ള ഓരോ ആരോപണങ്ങൾ വരുത്തിച്ച് എന്താ പറയണ്ടേ, വോട്ട് മേടിക്കുമായിരുന്നു ഈ പറയുന്ന ശോഭ. ലാസ്റ്റ് ദിവസം വന്ന് കിട്ടിയ ഒരു അടി കണ്ടില്ലേ, ഇതാണ് അടി. ഇന്ന് രാവിലെ ആരെങ്കിലും വന്നിരുന്നോ? ഇന്ന് രാവിലെ ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ? സ്ഥാനാർത്ഥി വന്നിട്ടില്ല. എത്ര പൈസ ഇരുന്നത്? പൈസ വാങ്ങുന്നു 5000 രൂപയാണെന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടില്ല. അത് കാണിച്ചു സംസാരിക്കും. വയ്യാത്തൊരു അമ്മയാണ് അതിനെ കുറിച്ച് അതെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ കൈ കൊടുക്കുന്നതാണ് അമ്മന്റെ കയ്യിലുള്ള പൈസയാണ്. എന്റെ മോനെ കൈ കൊടുക്കുന്നതാണ് അമ്മയുടെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യമേ ഇല്ല. അപ്പൊ എത്ര വീട്ടിൽ കൊടുത്തു കാണും, ഞാൻ അത് ആലോചിച്ച് നോക്കുന്നേ. നോക്കാം. ഞാൻ ഒരു മിനിറ്റ് പറയാം. ഈ പൈസ വന്നിട്ട് അമ്മന്റെ മടിയിൽ ഉണ്ടായിരുന്നത് ഇവിടെയുള്ള വിനീഷ് ഏട്ടനെ ഇവര് പോയി എടുത്തിട്ട് ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് ഇവര് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉള്ളത്. അതിന് നമ്മളെ മടിയിൽ വന്നിട്ട് പോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അമ്മന്റെ മടിയിൽ ഇവിടെ പൈസ ഉണ്ടായിരുന്നു. ഇവരെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പൈസയാണ് ഇവരെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇതാക്കി വിട്ടത്. ശരി ആ ചേച്ചി വന്നാൽ ഞാൻ പറയാം. ആ ചേച്ചി ആര് പറഞ്ഞു? ഇല്ല നിങ്ങളുടെ വീഡിയോയിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നേരത്തെ അമ്മ പറഞ്ഞു ഞാൻ തന്നോ എന്ന് എന്നോട് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈസായിട്ട് എടുത്ത് എന്തുവാ ഇങ്ങനെ മോൻ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ അമ്മ നൈസായിട്ട് അതങ്ങ് വിട്ടു മാറി. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനെ കാണണം. ചിലപ്പോൾ ലാഗ് അടിക്കാതിരിക്കാം, പക്ഷെ നിങ്ങൾ കാണണേ. 5000 രൂപ ചോദിച്ചു. എനിക്ക് എല്ലാ മാസവും 5000 രൂപ പണം വേണം. എന്നാണല്ലോ അമ്മ ആദ്യം പറഞ്ഞത്, പിന്നീടാണല്ലോ മാറ്റി പറഞ്ഞത്. അതായത് മരുന്ന് തന്നോന്നല്ല സാറേ നിങ്ങൾ പറയണത്. നിങ്ങൾ ശരി നിങ്ങൾ എന്തെങ്കിലും തന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് കൈവശമുള്ള പൈസ എടുത്തിട്ട് നിങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്ത് എല്ലാം ഇതാക്കി. ഞങ്ങൾ എന്തിനു മാറ്റേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ആരെയും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തിനു ഭീഷണി? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾക്ക് വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അത് ആരുടെയും ഒരു MLA വന്ന് പറഞ്ഞാലും ശരി, ഒരു മന്ത്രി വന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലത് ആര് ചെയ്യണോ അവർക്ക് പോയി ചെയ്യാം. വിവരമുള്ളവർക്ക് ആര് നല്ലത് ചെയ്യും, അത് ബുദ്ധിയുള്ളവർക്ക് അവർ ചെയ്യും വോട്ട്. എല്ലാം വന്നിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ആ രാഷ്ട്രീയം 25 വർഷമായി ചെയ്തിട്ടുണ്ട്, അതൊന്നുമില്ല. ഇവിടെ 3 സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ ഇപ്പൊ ഉണ്ടാക്കി തന്നെയല്ലേ, ഉണ്ടാക്കിയതല്ലേ. തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഓക്കെ എന്തായാലും ജനങ്ങൾ കണ്ടു.
എല്ലാ കാര്യങ്ങളും അവിടുത്തെ ആൾക്കാർ കണ്ടതാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇനി കൂടുതലും പറയണ്ട. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗം ഒന്ന് കേൾക്കാം. അത്തരത്തിലൊരു കേസുമില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ കരച്ചിൽ അത് അടൂര് കേൾക്കും. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ചില മാധ്യമ പ്രവർത്തകർക്കൊക്കെ ആ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്കായിട്ട് തരികയും ചെയ്യും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തായാലും ദയനീയമായി പരാജയപ്പെടും എന്ന് ബോധ്യമുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലയിടത്തായിട്ട് പല വോട്ടർമാരെ നമ്മളോടൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ. പക്ഷെ ഇന്ന് കണ്ട ഏറ്റവും ജനാധിപത്യത്തിന്റെ വിരുദ്ധമായ കാഴ്ച എന്ന് പറയുന്നത് പാലക്കാട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അവർ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. അവർ പോകുന്ന വീടുകളിലെല്ലാം അവരുടെ വാഹനത്തിൽ ഒപ്പം പോകുന്നവരുടെ ഏറ്റവും വിശ്വസ്തയായ സഹായിയായ സഹപ്രവർത്തക, ആ സഹപ്രവർത്തക ഇവർ പോയതിന്റെ തൊട്ടു പിന്നാലെ ഈ വീടുകളിൽ പണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നിപ്പോ പാലക്കാട് കണ്ണാടിയില് തെരുവക്കുറിശ്ശിയില് ഇങ്ങനെ പണം ശ്രീമതി ശോഭാ സുരേന്ദ്രനോടൊപ്പം പോയ ആളുകൾ വിതരണം ചെയ്യുന്നത് കണ്ട് അവരുടെ പിന്നാലെ പോയി ചോദ്യം ചെയ്യാൻ ശ്രമിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്ന്. ആ വിഷ്വൽസും തരാം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഒരു കള്ളം പിടികൂടിയ ആളോട് മുഖം അടിച്ചു പൊളിക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിൽക്കുന്ന സാഹചര്യത്തെ പാലക്കാട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണും. പാലക്കാടിന്റെ മണ്ണിന്റെ പ്രത്യേകത മതേതരത്വത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ണാണ്. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാൽ പാലക്കാട്ട് ആ മതേതര മൂല്യം ഉള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പാലക്കാട്ടൊന്ന് വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കൊടുക്കുന്ന പണം അത്രയും വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് മതേതര ചേരിക്ക് ജയിക്കാൻ കഴിയൂ. അവിടെ ഈ വർഗീയതയ്ക്ക് പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അല്ല, പാലക്കാട് ഇത് വ്യാപകമായിട്ട് നടക്കുന്നു. അത് കേരളത്തിൽ തന്നെ എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോ അടൂരിലെ കേസ് നമുക്ക് നോക്കാം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അടൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിന്റെ മറ്റൊരു മാതൃകയാണ് കാണുന്നത്. ഇപ്പോ ശ്രീ വിനു മോഹൻ കഴിഞ്ഞ തവണത്തെയും തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങ് ഓർക്കുന്നുണ്ടാകും, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസമാണ് ശ്രീ MG കണ്ണനെ പറ്റി ഇതുപോലൊരു അപവാദ അപഖ്യാതി നോട്ടീസ് ഈ അടൂർ നിയോജകമണ്ഡലത്തിൽ പ്രചരിപ്പിച്ചു. സമാനമായ വാക്കുകൾ ശ്രീ MG കണ്ണന്റെ ഒരു സുഹൃത്ത് കൊല്ലപ്പെടാനുള്ള കാരണം ശ്രീ MG കണ്ണനാണ് എന്ന് പറഞ്ഞുകൊണ്ട് MG കണ്ണൻ കൊലയാളിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടീസ് ഇവിടെ എല്ലാം വിതരണം ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, MG കണ്ണൻ ആ അപവാദ പ്രചരണം താങ്ങാൻ കഴിയാതെ ഹൃദയവേദനയോടുകൂടി ആബിയുടെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ കാഴ്ച ഇപ്പോഴും അടൂരെ ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ആ MG കണ്ണന്റെ വൈഫും കുട്ടിയും വന്നപ്പോഴാണ് ഈ പറയുന്ന KC വേണുഗോപാൽ നമ്മുടെ രാഹുൽ ഗാന്ധി എടുത്തിട്ട് കൊണ്ടുപോയത്. രാഹുൽ ഗാന്ധി ഇങ്ങനെ റോഡ് ഷോയ്ക്ക് വന്ന സമയത്തായിരുന്നു. എല്ലാവരും കണ്ടു കാണുമായിരിക്കും. കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ, ആരടാനി ഇതെന്നും പറഞ്ഞപ്പോഴാണ് MG കണ്ണൻ അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളും ആണെന്നുള്ള രീതിയിലാണ് KC വേണുഗോപാലെ പിടിച്ചുകൊണ്ട് രാഹുലിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി രാഹുൽ പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. വീണ്ടും ഒരു കാഴ്ച അത് മണ്ണടി മേഖലയിലൊക്കെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ് CPM SDPIയും തമ്മിൽ ഉള്ള ധാരണയെ പറ്റി. മണ്ണടി മേഖലയിൽ CPMന്റെയും SDPIയുടെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് പോയിട്ടാണ് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ CV ശാന്തകുമാറിനെതിരായിട്ട് CV ശാന്തകുമാർ കൊലക്കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അപവാദ നോട്ടീസ് പ്രചരിപ്പിച്ചത്. ആ അപവാദ നോട്ടീസ് പ്രചരിപ്പിക്കുന്നത് കണ്ട് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ട് വന്നവരാണ് അടൂരിന്റെ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടുള്ള ശ്രീ ചിറ്റയം ഗോപകുമാർ. അതായത് ഊരും പേരുമില്ലാത്ത, പബ്ലിഷറുടെ പേരില്ലാത്ത, ഏത് കമ്മിറ്റി അടിച്ചു എന്ന് ഉറപ്പില്ലാത്ത ഒരു നോട്ടീസ് വിതരണം ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നോവുന്നത് അടൂരിന്റെ MLAയ്ക്കും ഡെപ്യൂട്ടി സ്പീക്കറുമായ വ്യക്തിക്കാണെന്ന് പറയുമ്പോൾ ആ പ്രിന്റിംഗ് ഹൗസ് എവിടെയാണ് എന്ന് അടൂരുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അന്ന് 2021 MG കണ്ണൻ ഒഴുക്കിയ ആ കണ്ണുനീർ ഇന്ന് CV ശാന്തകുമാർ അലമുറ ഇട്ടുകൊണ്ട് എന്റെ പേരിൽ അത്തരത്തിൽ ഒരു കേസുമില്ല എന്ന് വിളിച്ചു പറഞ്ഞ ആ കരച്ചിൽ അത് അടൂര് കേൾക്കും. അടൂരിലും ഇത്തവണ മാറ്റമുണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും. ഓക്കെ, രാഹുലിന്റെ കേട്ടല്ലോ. പിന്നെ ശോഭ എടുത്ത് വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം ആ പയ്യന്റെ. നിങ്ങൾ
കൈയോടെ എല്ലാം പൊക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പിഷാരടി എനിക്ക് അതിനു മുമ്പ് പിഷാരടിയുടെ വീഡിയോ വെക്കുന്നതിന് മുമ്പ് അയൽക്കാരൻ പറഞ്ഞു ഒന്ന് കേൾക്കാം. അവന്റെ നമ്മൾ നല്ല രീതിയിൽ കേട്ടില്ലായിരുന്നേ, ഒന്ന് കേട്ടിട്ട് വരാവേ. ഒരുപാട് മരുന്നുകൾ വാങ്ങാൻ ഒരുപാട് ചെലവുകളുണ്ട് ഇവിടെ. ഈ വീടും പരിസരം ഒന്ന് നോക്കും. അതെ, ഞാൻ തൊട്ട വീടാണ്. ഈ വീട് ഒന്ന് പരിസരവും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുക എന്താണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ അമ്മന്റെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങൾക്കും ഇല്ലേ ഇതുമാതിരിയുള്ള ആര് കൊടുത്തു? വീടിന് കൊടുത്ത വീടില്ല, കൊടുത്തിട്ടില്ല, തീർച്ചയായിട്ടും ഇല്ല. ചേട്ടാ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ആ വീഡിയോ മൊത്തം വൈറലായി ചേട്ടാ, നാട് മൊത്തമായി. സത്യം പറയല്ലോ, ഈ ഒരു വീഡിയോ നമ്മൾ അഗ്രസീവായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല, ക്ലാസിക് ആയിട്ട് അങ്ങ് സംസാരിച്ചങ്ങ് പോകാന്ന് കരുതി. എനിക്ക് സത്യം പറഞ്ഞാൽ കോമഡി ഇപ്പൊ തോന്നുന്നത്. അത് വെളുപ്പിക്കാൻ നിന്നെ പോലുള്ള കുറെ ചെറ്റകൾ അയലത്തൊന്നും പറഞ്ഞ് ഓടി വരുന്നുണ്ടല്ലോടാന്ന് ഓർക്കുമ്പോഴാണ്. അമ്മന്റെ പൈസ ആയിരിക്കും, അമ്മന്റെ കയ്യിലുള്ള പൈസ ആയിരിക്കും. അതായത് നിങ്ങൾ അത് പൈസ ആയിരിക്കില്ല, പൈസ കൊടുത്തിട്ടില്ല. അതായ അമ്മന്റെ പൈസ, പെൻഷൻ കിട്ടിയ പൈസയാണ് പറഞ്ഞില്ലേ, ഇതിന് മുമ്പ് കൊടുത്തതായിരിക്കും. അപ്പൊ ഒരാൾ ഞാൻ ചോദിക്കട്ടെ, അതായത് അമ്മന്റെ മോനെ വേണ്ട, ഇനി പിഷാരടി വന്നിട്ട് നൈസായിട്ട് എനിക്കൊന്നും പറയാനില്ലെന്നും പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. കാരണം ഇനി നാളത്തെ ദിവസമാണ് ജനങ്ങൾ തീരുമാനിക്കുക. കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞ് അത് കുറ്റം കണ്ടുപിടിക്കാൻ കുറെ ആൾക്കാരുണ്ട്. പുള്ളി പറഞ്ഞു എന്ന് കേൾക്കാം. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പലതിലും പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് നന്ദി. ഓക്കെ, ഇപ്പൊ ഈ സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രനായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ തോന്നിയാസങ്ങൾ വിളിച്ചു പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കൂടെ. പക്ഷെ പുള്ളി അത് പറയുന്നില്ല. ചിലപ്പം അത് പുള്ളിയുടെ തന്ത്രമായിരിക്കാം, മന്ത്രമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകരായിട്ടുള്ള എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ തൊഴുത് പറയാണ്, പാലക്കാട് ജനങ്ങൾ ഇത് കാണുവാണെങ്കിൽ വോട്ട് ചെയ്യുക. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടമായിരുന്നെങ്കിൽ പേടിക്കണ്ട, പുല്ലുവള ജയിച്ചു പോയാലേ. ഇപ്പൊ രാഹുലിന്റെ ആഗ്രഹം അതൊക്കെ തന്നെയാണ്. എന്റെ കോൺഗ്രസ് അവിടെ ജയിക്കണമെന്നാണ് എൻ്റെ. കോൺഗ്രസ് അല്ലെങ്കിൽ LDF. കോൺഗ്രസ് ജയിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം, കോൺഗ്രസ് അല്ലെങ്കിൽ LDF. കാരണം ഇത് വേണ്ട, ഇതുണ്ടെങ്കിൽ നമ്മുടെ നാടിന് പ്രശ്നം വരും. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തായാലും അമ്മ പൈസ എനിക്ക് എൻ്റെ വീഡിയോ നോക്കട്ടെ ഒന്നും കൂടെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ കണ്ട അമ്മയുടെ ഇരിക്കുന്ന പൈസ നിങ്ങൾ കണ്ടല്ലോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്, ആവശ്യം വരും. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ് ഒക്കെ ചെയ്യാൻ പരമാവധി ഷെയർ ചെയ്യും. അപ്പം ബൈ, ലവ് യു ഓൾ ഗൈസ്.